ഹായ് ഫ്രണ്ട്സ്, സലാം ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മുംബൈ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ചപ്പാത്തിയും വെജ് കറിയുമാണ് ഞങ്ങൾ കഴിച്ചത്. തരക്കേടില്ലാത്ത ആഹാരമാണ് ഇവിടെ നിന്നും ലഭിച്ചത്. ചപ്പാത്തിക്ക് 20 രൂപയും വെജ് കറിക്ക് 100 രൂപയുമാണ് ആയത്. ചായയ്ക്ക് 20 രൂപയും. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിലേക്കൊന്നിറങ്ങി. മാർക്കറ്റിൻ്റെ ഇരു സൈഡിലുമുള്ള പടുകൂറ്റൻ ബിൽഡിങ്ങുകൾക്കെല്ലാം തന്നെ വളരെയധികം പഴക്കമാണുള്ളത്. ഇത് വഴിയരികിൽ കണ്ട ഒരു പഴക്കച്ചവടക്കാരനാണ്. നമ്മുടെ നാട്ടിലെ റോബസ്റ്റയുടെ ടേസ്റ്റാണ് ഇതിനുള്ളത്. 12 എണ്ണത്തിന് 70 രൂപയാണ് വില വരുന്നത്. ഞങ്ങൾ അങ്ങനെ ഇവിടെയുള്ള ചില കടകളിലൊക്കെ കയറുകയും കച്ചവട രീതികളൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. ഇത് ഇവിടെയുള്ള ലോക്കൽ ട്രെയിനാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് പോകാനായി ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഈ ഓട്ടോ ഡ്രൈവർ ഞങ്ങൾക്ക് പോകേണ്ടിടത്തെല്ലാം കറക്റ്റായിട്ട് കൊണ്ടു ചെല്ലുകയും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരികയും ചെയ്തു. ഇതൊരു LED ലൈറ്റ് സ്ട്രിപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു. ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവറുടെ പേര് സാഹിർ എന്നാണ്. പക്ഷേ അദ്ദേഹം കടുത്ത ഒരു സൽമാൻ ഖാൻ ആരാധകനാണ്. സാഹിർ സൽമാൻ ഖാനെ ഇമിറ്റേറ്റ് ചെയ്യുകയും സൽമാൻ ഖാൻ്റെ പടത്തിലെ പാട്ടുകളൊക്കെ പാടുകയും അങ്ങനെ ഞങ്ങളെ വളരെയധികം രസിപ്പിച്ചു.
ഞങ്ങൾ അങ്ങനെ ഉച്ചക്കലത്തെ ആഹാരത്തിനായി ഒരു ഹോട്ടലിൽ കയറി 2 ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്ത് കാത്തിരുന്നു. അതാ ചിക്കൻ ബിരിയാണി എത്തിയിരിക്കുന്നു. ചിക്കൻ ബിരിയാണി ഒന്നിന് 200 രൂപയാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു, കൊള്ളാം. ഞങ്ങളങ്ങനെ ഫുഡും കഴിച്ചു, അവിടെ നിന്നും ഇറങ്ങി. ഇത് വഴിയരിയിൽ കണ്ട പാത്രക്കടകളാണ്. ഒരു ലൈൻ മുഴുവനും പാത്രക്കടകൾ തന്നെയാണ്. ഇത് ഞങ്ങൾ വളരെയധികം തിരഞ്ഞു കണ്ടുപിടിച്ച മസാലദോശ, ഇഡ്ഡലി തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. ഇവിടെ നിന്നും ഞങ്ങൾ ഓരോ മസാല ദോശയും ഓരോ ചായയും കുടിച്ചു. മസാല ദോശയ്ക്ക് ഒന്നിന് 110 രൂപയും ചായയ്ക്ക് 20 രൂപയാണ് ചാർജ് ആയത്. ആഹാരവും കഴിച്ച് ഞങ്ങൾ വീണ്ടും കറങ്ങാനിറങ്ങി. ഇത് വഴിയരിയിൽ കണ്ടൊരു ഫ്രൂട്ട്സ് കടയാണ്. ഫ്രൂട്ട്സിനൊക്കെ എന്താ കളറ്! ഇത് നമ്മുടെ രംഗണ്ണൻ, മുംബൈയിലുള്ള രംഗണ്ണൻ. ഈ സ്വർണങ്ങളെല്ലാം ഒറിജിനലാണ് കേട്ടോ. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ കൈക്കാരാണ്. ഇത് ഇദ്ദേഹത്തിന്റെ വളർത്തുനായാണ്. നല്ല അടിപൊളി മാമ്പഴമാണ്. ഇത് കിലോയ്ക്ക് 150 രൂപയാണ് മാമ്പഴത്തിന് വില വരുന്നത്. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലെത്തി ഡിന്നർ കഴിക്കാൻ തുടങ്ങി. ചപ്പാത്തിയും ഓംലെറ്റും ഡാൽ ഫ്രൈയുമാണ് ഡിന്നറായി കഴിച്ചത്. പിറ്റേന്ന് രാവിലെ തന്നെ നാട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഒരു ടാക്സി ബുക്ക് ചെയ്തു.
അങ്ങനെ ടാക്സിയിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തുടങ്ങി. ഇതാണ് നമ്മൾക്ക് പോകാനുള്ള മുംബൈ തിരുവനന്തപുരം നേത്രാവതി ട്രെയിൻ. ഇതിൻ്റെ 3rd AC കോച്ചാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സഞ്ചരിച്ച ട്രാക്കിൻ്റെ അടുത്ത ട്രാക്കിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനാണ്. ചരക്ക് ലോറികൾ കയറ്റിക്കൊണ്ടു പോകുന്ന ട്രെയിനാണത്. നമ്മുടെ ഈ യാത്രയിൽ ട്രെയിനിൽ നിന്നും നമുക്ക് ധാരാളം നല്ല സുഹൃത്തുക്കളെ ലഭിച്ചിരുന്നു. ഈ സുഹൃത്തുക്കളുമായുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കലും സൗഹൃദങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ യാത്ര വളരെയധികം മനോഹരമായിരുന്നു. നമുക്ക് സമയം പോകുന്നതൊന്നും അറിയുന്നേ ഇല്ലായിരുന്നു. എല്ലാവരും നല്ല കമ്പനി ആയിട്ടുള്ള നല്ല കൂട്ടുകാർ. ഇവർ രണ്ടുപേരുമാണ് നമ്മളുടെ ട്രെയിനിൽ ഉടനീളം നമ്മളുടെ ക്യാബിനിൽ ഉണ്ടായിരുന്നവർ. ഇതുവരെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.